ലൂക്കാസ് സുവിശേഷത്തിൽ സുന്ദരമായ ഒരു വായനയുണ്ട്. നിങ്ങളുടെ അടുത്ത് ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കുക. ലൂക്കാസ് സുവിശേഷം 1-ാമത് അധ്യായത്തിൽ 78-79 വാക്യങ്ങളാണ്. സക്രിയായുടെ പ്രവചനഗീതമാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ. ഉയരത്തിൽ നിന്ന് ഒരു ഉദയരശ്മി നമ്മളിങ്ങനെ ഇരുട്ടിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നിൽക്കുകയായിരിക്കും. എന്നാ ചെയ്യേണ്ട? ഒരു വെട്ടം പോലും കിട്ടണമല്ലോ കർത്താവേ. ഒരാളൊരു കുഞ്ഞു വെളിച്ചം തരാൻ പോലും ഒരാളില്ല. ഒരു പക്ഷേ ഈ വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ അടിയിൽ കൂടെ നടക്കും. അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ റിഫ്ലക്ടറുകളുണ്ട്. നമ്മളെ ആ ഒരു തരിവട്ടം പോലുമില്ല. ആ ഒരു തരിവട്ടം പോലുമില്ല. ഒന്നുമില്ല. ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടാനില്ല. പക്ഷേ പീസ് ബി വിത്ത് യു. കാരണം ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി സന്ദർശിക്കുകയാണ്. എപ്പോൾ ബൈബിൾ ഒന്ന് എടുത്ത് വായിക്കുമ്പോൾ, ഒരു കുറച്ചു നേരം ഈശോയെ ഓർക്കുമ്പോൾ, മറ്റാരെയൊക്കെ ഓർത്തിട്ട് ഇപ്പം എന്തായി? സക്രിയ സ്തോത്രഗീതം ഇങ്ങനെ ആലപിക്കുക: ഇരുളിലും 79-ാം വാക്യം, ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ഈ ഉദയരശ്മി. ഈശോയെ കിട്ടിയാൽ ഇരുളിൽ അതൊരു പ്രകാശമാണ്. മരണത്തിൻ്റെ നിഴലിൽ ഇരിക്കുന്നവർക്ക്, മരണത്തിൻ്റെ നിഴൽ എന്നൊക്കെ വെച്ചെന്താ, ഇതിങ്ങനെ പുറകെ നടക്കുകയാണ്. നിങ്ങൾ നടക്കുന്തോറും നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളാണല്ലോ ഈ നിഴൽ. ഈ പകൽ നടക്കുമ്പോഴേ നിഴൽ വിട്ടു പോകത്തില്ല. unless you sit in the darkness.